ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് കിച്ചൺ. നമുക്കിന്ന് വൻപയർ മെഴുക്കുവരട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് വൻപയർ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണിത്. ഇതിപ്പോൾ 8 മണിക്കൂറോളം ഇത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. കല്ലിൽ വെച്ച് ചതച്ചതാണ് ഇത്. 4 വെളുത്തുള്ളി തൊലിയോടുകൂടി തന്നെ കല്ലിൽ വെച്ച് ചതച്ചിട്ട് തൊലിയെടുത്ത് കളഞ്ഞിരിക്കുന്നതാണിത്. ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ നമ്മുടെ ചുവന്നുള്ളി കല്ലിൽ വെച്ച് ചതച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇനി നമുക്കിതിലേക്ക് മസാലയ്ക്കായിട്ട് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കടുക്. ഇത്രയാണ് നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമായ സാധനങ്ങൾ. അപ്പം നമുക്ക് ആദ്യം ഈ പയറൊന്ന് കുക്കറിൽ വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കാം. പയറിൻ്റെ വേവ് അനുസരിച്ച് നമ്മൾ വിസിലടിപ്പിക്കുന്നതിന് വ്യത്യാസം വരും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പയർ വേവിച്ചെടുക്കുക. അതിനായിട്ട് നമുക്കപ്പം ഈ പയറിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. പയർ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനകത്തൊരല്പം വെള്ളമുണ്ട്, അത് കളയണ്ട. കണ്ടോ, ഒരല്പം വെള്ളം കിടപ്പുണ്ട്. അതങ്ങനെ തന്നെ കിടന്നോട്ടെ. നമുക്കിനി ഇത് തന്നെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴഞ്ഞ് വരട്ടെ. നമുക്കിതിലേക്ക് അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി പയറിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മളിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാൻ. ഇതിപ്പോൾ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ചിരുന്ന 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. ഞാൻ നല്ലതുപോലെ തീ കുറച്ചിട്ടേക്കാണ്. ഇതിലോട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ ഒരു പച്ചക്കുത്ത് നല്ലതുപോലെ മാറട്ടെ. ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല, ബാക്കി എല്ലാ പൊടികളും തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പയറ് വേവിച്ചപ്പം അല്പം മിച്ചം വന്ന് ആ വെള്ളം ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തീ ഒന്ന് കൂട്ടി വയ്ക്കാം. ഇതിപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പയറ് ഇട്ട് കൊടുക്കാം. പയറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന നമ്മുടെ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് മിച്ചമുള്ള വെള്ളം നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. അധികം വെള്ളമില്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇതിപ്പോൾ വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ പയർ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ വൻപയർ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്